കളി കാണാൻ ഖത്തറിലെത്തിയപ്പോൾ തങ്ങൾ നേരിട്ട അനുഭവങ്ങൾ പാശ്ചാത്യരായ യുവതികൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതിപ്പോൾ ഫുട്ബോൾ ലോകത്ത് പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഈ ലോകകപ്പോടെ ഖത്തറിന്റെ പേരും പെരുമയും ഇല്ലാതാവും. പരാതി പ്രളയങ്ങളായിരിക്കും ഉണ്ടാവുക. ഏറ്റവും ശോഭകെട്ട ലോകകപ്പായി ഖത്തർ ലോകകപ്പ് അവസാനിക്കുമെന്നായിരുന്നു യൂറോപ്യൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ നിന്നുള്ള മാധ്യമങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ. 2022 ഫിഫ ലോകകപ്പ് ഖത്തറിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് 2010 ഡിസംബർ 2-നാണ്. അതിനുശേഷം പതിറ്റാണ്ടിലേറെയായി ഖത്തറിനെതിരെയും അവിടെ നടക്കുന്ന ഫിഫ ലോകകപ്പിനെതിരെയും നിരന്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നതിൽ മുൻപന്തിയിൽ നിന്നത് ബ്രിട്ടനിലെ മാധ്യമങ്ങളായിരുന്നു. ഇപ്പോഴും ഖത്തറിനെ അപകീർത്തിപ്പെടുത്തുന്ന ബ്രിട്ടനിലെ മാധ്യമങ്ങളുടെ പണി അവസാനിച്ചിട്ടില്ല. ഖത്തർ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന പരിപാടികൾ ബ്രിട്ടൻ ആസ്ഥാനമായ BBC ന്യൂസ് ചാനൽ സംപ്രേഷണം ചെയ്യുക പോലും ഉണ്ടായില്ല. എന്നാൽ അതേ ബ്രിട്ടനിൽ നിന്നുള്ള മാധ്യമങ്ങൾക്ക് തന്നെ ഇപ്പോൾ ഖത്തറിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തിരുത്തേണ്ടി വന്നിരിക്കുന്നു. 2 ദിവസം മുമ്പാണ് എല്ലി മൊളോസൺ എന്ന 18-കാരിയായ ലണ്ടനിലെ ഫുട്ബോൾ ആരാധികയുടെ അഭിമുഖം ബ്രിട്ടനിലെ ITV ന്യൂസ് ചാനൽ പുറത്തുവിട്ടത്. എല്ലി ഹെർഗെയിം ടു ക്യാമ്പയിൻ നേതാവാണ്. ഫുട്ബോൾ ടൂർണമെന്റുകളിൽ യുവതികൾ അഭിമുഖീകരിക്കുന്ന ലൈംഗികപരമായ ചൂഷണങ്ങൾക്കും അസഭ്യമായ കമന്റുകൾക്കും പൂവാലന്മാരുടെ ദ്വയാർത്ഥമുള്ള ചൂളമടികൾക്കുമെതിരെ ബ്രിട്ടനിൽ നടക്കുന്ന വലിയ ക്യാമ്പയിനാണ് ഹെർഗെയിം ടു. ഫുട്ബോൾ കളിയും ആസ്വാദനവും പെണ്ണിന്റേതു കൂടിയാണ് എന്നാണ് അവരുയർത്തുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യം. എല്ലി മൊളോസൺ ബ്രിട്ടനിലെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിലെ ഹെർഗെയിം ടു അംബാസഡറാണ്. സ്വാഭാവികമായും ഖത്തറിലെത്തിയാൽ സ്ത്രീജനങ്ങളായ ഫുട്ബോൾ ആരാധകർ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾക്കോ പൂവാല ശല്യങ്ങൾക്കോ ഇരകളായാൽ പ്രതികരിക്കുക, അത് ലോകത്തെ അറിയിക്കുക എല്ലിയുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. പിതാവിനും കൂടെയുള്ള ഹൗസ്മെയ്ഡിനും കൂടെ ഖത്തറിലെത്തിയ എല്ലി പക്ഷെ തന്റെ ഇതുവരെയുള്ള ജീവിതാനുഭവത്തിൽ ഒരു കളിക്കളത്തിലും ലഭിക്കാത്ത നേരനുഭവത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. എല്ലി ബ്രിട്ടനിലെ ITV ന്യൂസിനോടും ദി ടൈംസിനോടും പറഞ്ഞത് ഖത്തറിലെ ഈ സംസ്കാരം നമ്മുടെ ലണ്ടനിലും മാതൃകയാക്കണമെന്നാണ്. ITV ന്യൂസിനോടുള്ള എല്ലിയുടെ അഭിമുഖത്തിന്റെ സാരാംശം ഇങ്ങനെയാണ്: ഏറെ ആശങ്കയോടെയും മുൻവിധിയോടുകൂടിയാണ് ഞാൻ ഖത്തറിൽ ഇംഗ്ലണ്ട് ടീം ആരാധികയായി എത്തുന്നത്. എന്നാൽ എന്റെ മുൻവിധികളെ തകർക്കുന്നതായിരുന്നു ഖത്തറിൽ ഞാൻ കണ്ട കാഴ്ചകൾ. ഞാൻ എന്റെ വീട്ടിലെ മട്ടുപാവിലിരിക്കുന്നതിനേക്കാൾ സുരക്ഷയിലാണ് ഖത്തറിലുള്ളത്. ലണ്ടനിലെ സാധാരണ ടൂർണമെന്റുകളിൽ പോലും ഞാൻ പതിവായി കാണാറുള്ള പൂവാല ശല്യങ്ങളോ പെൺകുട്ടികളെ നോക്കിയുള്ള ചൂളമടികളോ ഖത്തറിൽ ഞാൻ കണ്ടില്ല. ശരീരഭാഗങ്ങൾ കാണിച്ചുള്ള വസ്ത്രം ധരിച്ചാൽ ഖത്തറിൽ പ്രശ്നമാകുമെന്ന് ഞാൻ കരുതി. എങ്കിലും ലണ്ടനിലെ തെരുവുകളിൽ ഞാൻ ധരിക്കാറുള്ള വസ്ത്രം തന്നെയാണ് ഖത്തറിലും ഞാൻ ധരിച്ചത്. കളി കാണാൻ എത്തിയവർക്ക് എന്നും ഫുട്ബോൾ എന്ന വികാരം മാത്രം. കാണികളെല്ലാം അവരവരുടെ ടീമിന്റെ ജേഴ്സിയിൽ ഗാലറികളിൽ ആർത്തുല്ലസിക്കുന്ന കാഴ്ചകൾ. എനിക്ക് മാത്രമല്ല മറ്റൊരു പെൺകുട്ടിക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരനുഭവം ഖത്തറിൽ ഉണ്ടായതായി ഞാൻ കണ്ടില്ല. ഈ മാതൃക നമ്മുടെ ലണ്ടനിലും കൊണ്ടുവരണം. ഇതാണ് എല്ലി പറയുന്നത്. എല്ലി മാത്രമല്ല, 2010 മുതൽ എല്ലാ ലോകകപ്പിലും സജീവമായി പങ്കെടുത്തിട്ടുള്ള ജോ ഗ്ലോവർ എന്ന ഫുട്ബോൾ ആരാധികയും ഖത്തറിലെ വനിതാ ഫുട്ബോൾ ആസ്വാദകർ സമീപകാല ലോകകപ്പുകളെ അപേക്ഷിച്ച് വളരെ സുരക്ഷിതയായി കാണപ്പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. ഫിഫയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ റഫറികൾ കളി നിയന്ത്രിച്ചതും ഖത്തർ വേൾഡ് കപ്പിലായിരുന്നു. 38-കാരിയായ മെയിൻ റഫറി സ്റ്റെഫനി ഫ്രപ്പാട്ടും മറ്റു 2 വനിതകളായ സഹ റഫറിമാരുമാണ് കഴിഞ്ഞ ജർമ്മൻ കോസ്റ്ററിക്ക മത്സരം നിയന്ത്രിച്ചത്. എവിടെ സ്ത്രീകൾ സംതൃപ്തരും സുരക്ഷിതരുമാകുന്നോ അവിടെ പ്രതീക്ഷയുണ്ട്, മാതൃകയുണ്ട്. അർത്ഥത്തിൽ ഖത്തർ ലോകകപ്പ് വരാനിരിക്കുന്ന ലോകകപ്പിനും മാതൃകയായേക്കാം. സ്റ്റേഡിയത്തിൽ മദ്യം വിളമ്പാതിരുന്നത് പലതരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഇല്ലാതാവാൻ ഖത്തറിൽ കാരണമായിട്ടുണ്ട്. അപ്പോഴും മദ്യപിക്കേണ്ടവർക്ക് സ്റ്റേഡിയത്തിന് പുറത്ത് റെസ്റ്റോറന്റുകളിൽ അവർക്ക് ആവശ്യമായ മദ്യങ്ങൾ ഖത്തറിൽ ലഭ്യമായിരുന്നു. അങ്ങനെയൊക്കെയാണെങ്കിലും LGBTQ രാഷ്ട്രീയം ഖത്തറിൽ അനുവദിക്കാത്തതിന്റെ പ്രതിഷേധം ഇപ്പോഴും തകൃതിയായി നടക്കുന്നുണ്ട്. ഖത്തർ ഇപ്പോഴും പറയുന്നത് ഞങ്ങളുടെ സംസ്കാരം നിങ്ങൾ ബഹുമാനിക്കണമെന്നാണ്. സ്വവർഗ ലൈംഗികത കുറ്റകരമാണ് ഖത്തറിൽ. അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യരുതെന്നാണ് ഖത്തറിന് പറയാനുള്ളത്. സ്വന്തം സംസ്കാരവും ആദർശവും മറ്റുള്ളവർക്ക് മുമ്പിൽ പണയം വെക്കാതെ ഇങ്ങനെയും സുന്ദരമായി ഒരു ലോക കായിക മാമാങ്കം സംഘടിപ്പിക്കാമെന്നാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരു ജില്ലയുടെ മാത്രം വലിപ്പമുള്ള ഖത്തർ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. കായിക വിനോദങ്ങൾക്കിടയിൽ മദ്യവും ലൈംഗികതയും പ്രോത്സാഹിക്കപ്പെടുന്നത് നല്ലൊരു ലോകത്തിന് ഒട്ടും ഭൂഷണമല്ല. ആ അർത്ഥത്തിൽ നടത്തിപ്പ് കൊണ്ട് മാത്രമല്ല നിലപാട് കൊണ്ടും ചരിത്രമാവുകയാണ് ഖത്തർ ലോകകപ്പ്.